വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് സാവൻ. കാശി വിശ്വനാഥ് അമ്പലത്തിലെയും വാരണാസിയിലെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ക്ഷേത്രത്തിന് പുറത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാശി അമ്പലത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സ്പെഷ്യൽ പാസ് കിട്ടുന്ന അമ്പലത്തിന്റെ തന്നെ ഒരു ബുക്കിംഗ് സെന്റർ ആണ് ഈ കാണുന്നതെല്ലാം. അമ്പലത്തിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാർ തിരക്കാണ്. ഇവിടുത്തെ ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം അത്ര പതപ്പിക്കാണ്. കാരണം നമുക്ക് സമാധാനത്തോടുകൂടി പോകാൻ പോലും പറ്റില്ല. അത്ര അധികം ആൾക്കാരും വണ്ടികളും ബഹളവും ആയിട്ട് ഒട്ടും മാനേജ് ചെയ്യാത്ത രീതിയിലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ മണികർണികയിലേക്ക് പോവുകയാണ്. അവിടെയും ഇത്രയും തിരക്ക് തന്നെയായിരിക്കും തോന്നുന്നു, അറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒക്ടോബറിന്റെ ആദ്യ ദിനങ്ങളായിരുന്നെങ്കിൽ കൂടി നല്ല ചൂടുണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിൽ നിന്ന് മണികർണികയിലേക്ക് പോകുന്നതിൻ്റെ ഇരുവഴിയിലായിട്ട് നമുക്ക് പലതരത്തിലുള്ള മാർക്കറ്റുകൾ കാണാൻ സാധിച്ചു. അതിൽ പൂക്കളുടെ മാർക്കറ്റ് താരതമ്യേന വലുതായിരുന്നു. കാശി അമ്പലത്തിലേക്കുള്ള പൂജകളുടെ ആവശ്യത്തിനും മണികർണികയിലേക്കും വേണ്ടിയിട്ടുള്ള പൂക്കൾ ഇവിടെ നിന്നാണ് ആളുകൾ കളക്ട് ചെയ്യുന്നത്. പുറത്ത് ഭയങ്കര തിരക്കും ബഹളവും എല്ലാം ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ പുറത്ത് ചൂട് സത്യം പറഞ്ഞാൽ ഈ അകത്ത് ബാധിക്കുന്നേ ഇല്ല. ഒരു പ്രത്യേക ഒരു തണുപ്പാണ് ഈ ഗലിയുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോഴാണ് മണികർണിക വരുന്നത്. മണികർണിക എന്ന് പറയുമ്പം അവിടെ എന്താ മണികർണികയിൽ നിന്ന് സംസാരിക്കുന്നവർ പറയുന്നത് ഒരിക്കലും അവിടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പലരും അവിടെ സംസ്കരിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. ശബ്ദം എത്ര ഉറക്കെ സംസാരിക്കാൻ ശ്രമിച്ചാലും കേൾക്കില്ല, കാരണം അത്ര അധികം ബഹളവും എല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടുത്തെ വാരണാസി എന്ന് പറഞ്ഞാൽ തിരക്കാണ്. പിന്നെ വാരണാസി വന്ന എല്ലാവരും ട്രൈ ചെയ്യേണ്ടത് ഇവിടുത്തെ ലസ്സിയാണ്. നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലസ്സി കഴിക്കുന്നത്, അതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ പറഞ്ഞു തന്നെ ഇവിടുത്തെ സ്പേസ് മാനേജ്മെന്റ് ആണ്. സ്പേസ് മാനേജ്മെന്റ് വളരെ മോശമാണെങ്കിൽ പോലും ഇത്രയും ചെറിയ സ്ഥലത്ത് ഇല്ലാത്ത കടകളില്ല എന്നുള്ളതാണ്. കാശി അമ്പലത്തിലേതുപോലെയല്ല മണികർണികയിലെത്തിയാൽ കാണുന്ന കാഴ്ചകൾ പലതാണ്. പൂജയ്ക്ക് തയ്യാറെടുക്കുന്ന മനുഷ്യർ, അവരെ ഒരുക്കുന്ന ആളുകൾ, മൃഗങ്ങൾ, മരണം, ജീവിതം, അങ്ങനെ മരണവും ജീവിതവും ഇഴചേർന്നെടുക്കുന്ന ഒരു അപൂർവ ഭൂമികയാണ് മണികർണിക. ഈ കാണുന്നത് മണികർണികയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശ്മശാനമാണ്. ദഹിപ്പിക്കാനുള്ള ശരീരങ്ങൾ ഗംഗയിൽ കുളിപ്പിച്ച് ദേഹശുദ്ധി വരുത്തിയ ശേഷം നെയ്യും ചന്ദ്രമുട്ടിയും ചേർത്ത് കത്തിക്കുന്നു. ശേഷം ചിതാഭസ്മം ഗംഗയിൽ തന്നെ ഒഴുക്കുന്നു. എന്നിരുന്നാലും കുഞ്ഞുങ്ങളെ, ഗർഭിണികളെ, പാമ്പുകടിയേറ്റ് മരിച്ചവരെ, സന്യാസികളെ, അത്തരത്തിലുള്ള ആളുകളെ ഒന്നും ഇവിടെ സംസ്കരിക്കാറില്ല. പകരം ഗംഗയുടെ ആഴമുള്ള ഭാഗങ്ങളിൽ ഭാരമുള്ള കല്ലുകൾ കെട്ടി താഴ്ത്തുകയാണ് ചെയ്യാറ്. വരെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ദഹിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇതിനൊരു അതിനെക്കുറിച്ച് വാരണാസിയെ കുറിച്ച് പറയുന്നത് തന്നെ ഇവിടെ രാത്രിക്കോ അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്ത സ്ഥലമാണ്. കാരണം രാവിലെയും രാത്രിയും എല്ലാം ഒരു 24 മണിക്കൂറും എന്താ പറയുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്നോ അല്ലെങ്കിൽ ഒരു ശ്മശാനമാണെന്നോ ഒക്കെ പറയാം. എപ്പോഴും, അതായത് ഒന്ന് തീർന്നാൽ അടുത്തത് എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. I am also here wondering that many years then here the gold, silver giving marketing, gold, silver.
body gold, body silver, diamond, many jewelry have here coming. So you take it. बनावे जाओ फिर यहाँ पे खड़ी हुआ So you are taking it. മണികർണികയിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അവിടെ ജീവിക്കുന്ന മനുഷ്യരും നമ്മളെ അത്ഭുതപ്പെടുത്തും ഒരു തരത്തിൽ. കാരണം അവിടെ ഗംഗാതീരത്ത് സംസ്കരിക്കപ്പെടുന്ന മൃതശരീരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അല്ലെങ്കിൽ ആ ചിതാഭസ്മത്തിന്റെ കൂടെ കാണപ്പെടുന്ന സ്വർണവും വെള്ളിയും ഡയമണ്ടും എല്ലാം ശേഖരിക്കുന്ന ആളുകളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിൽ മറ്റുള്ളവരുടെ മരണങ്ങളാൽ ജീവിതം കണ്ടെത്തുന്ന മനുഷ്യരുടെ സ്ഥലം കൂടിയാണ് മണികർണിക. ദക്ഷ മഹാരാജാവ് യാഗം നടത്തിയപ്പോൾ തൻ്റെ ഭർത്താവായ ശിവനെ ക്ഷണിക്കാത്തതിൽ മനംനൊന്ത് ആ യാഗഭൂമിയിൽ തന്നെ സതീദേവി ആത്മാഹുതി ചെയ്തു. കത്തി ജ്വലിക്കുന്ന സതീദേവിയുടെ മൃതദേഹമായിട്ട് ശിവഭഗവാൻ ഹിമാലയ സാനുക്കളിലെത്തി. ശിവന്റെ സങ്കടം സഹിക്കവയ്യാതെ വിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് ആ മൃതദേഹം 51 കഷ്ണങ്ങളാക്കിയെന്നും അതിൽ ദേവിയുടെ കമ്മൽ വന്ന് പതിച്ച സ്ഥലമാണ് മണികർണിക ഘാട്ട് എന്നുമാണ് വിശ്വാസം. ഗംഗാ ആരതി നടക്കുന്ന അസി ഘാട്ടിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറിയാണ് മണികർണിക ഘാട്ട് സ്ഥിതി ചെയ്യുന്നത്. ഘാട്ടുകളിലൂടെ നടന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സൈക്കിൾ റിക്ഷ എടുത്തോ നിങ്ങൾക്ക് മണികർണിക എത്തിച്ചേരാവുന്നതേ ഉള്ളൂ. വാരണാസിയിൽ എത്തുന്നവർ അസി ഘാട്ടും ഗംഗാ ആരതിയും കാശി വിശ്വനാഥ ക്ഷേത്രവും മാത്രം കണ്ടു മടങ്ങാതെ മണികർണികയും കൂടെ കാണാൻ ശ്രമിക്കുക. കാരണം ലോകത്ത് ഒരിടത്തും കാണാൻ കഴിയാത്തൊരു കാഴ്ചയാണ് മണികർണിക നമുക്ക് സമ്മാനിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് മണികർണിക.